വലിയൊരു അപകടത്തിൽപ്പെട്ട് തലനാരിഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ആളാണ് മുൻ ബിഗ് ബോസ് താരമായ ഗബ്രി ജോസ്. ഇക്കഴിഞ്ഞ ജനുവരി 26 നേരമംഗലം ചെക്ക് പോസ്റ്റിൽ വെച്ചായിരുന്നു ഗബ്രിക്ക് വലിയൊരു അപകടം സംഭവിച്ചത്. ഏറെ കാലമായി പിന്നീട് ചികിത്സയിലായിരുന്നു. ഇപ്പോൾ ഇതാ തനിക്ക് അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി തന്നെ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ഗബ്രി എത്തിയിരിക്കുന്നത്. ദൈവം കൈകൾ താങ്ങായതുകൊണ്ട് മാത്രമാണ് താൻ ജീവനോടെ ഇരിക്കുന്നത് എന്നാണ് ഗബ്രി വാക്കുകളിലൂടെ കൂട്ടിച്ചേർത്ത്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. കഥ ആരംഭിക്കുന്നത് ജനുവരി 24 വൈകുന്നേരമാണ്. ദുഗാവടി കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്ത് എന്നെ വിളിച്ച് റിപ്പബ്ലിക് ഡേയുടെ അന്നൊരു റൈഡ് പോകാമെന്ന് പറഞ്ഞു. അത് കുട്ടിക്കാലത്തെ ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ 2024 ഞാൻ എൻ്റെ ബൈക്ക് മേടിക്കുന്നത്. പക്ഷേ ലോങ് ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷം കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും ഒരു ലോങ് ട്രിപ്പ് അടിച്ചേക്കാമെന്നാണ് ഞാനും മനസ്സിൽ ചിന്തിച്ചത്. അങ്ങനെ ഞാൻ എന്തായാലും യാത്രയ്ക്ക് ഒരുങ്ങി. എന്നാൽ ജനുവരി 18 എൻ്റെ ഫാദർ എന്തായാലും അബുദാബിയിലേക്ക് പോയി. ആ പോയ സമയത്ത് അദ്ദേഹം എന്നോട് ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ലോങ് ആയിട്ട് റൈഡിനൊന്നും പോയേക്കരുതെന്ന്. ഞാൻ എന്നാൽ അത് അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. കൊച്ചിയിൽ നിന്നും കുട്ടിക്കാലത്തേക്കുള്ള റൈഡ് നല്ല രസമായിരിക്കുമെന്നാണ് ഞാനും പ്രതീക്ഷിച്ചത്. ഞാനും വലിയ ത്രില്ലിലായിരുന്നു. ചിലരൊക്കെ തന്നെയും 17 ലക്ഷം മുതൽ 70 ലക്ഷം വരെയുള്ള ബൈക്കുമായിട്ടായിരുന്നു റൈഡിന് പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. ഞാൻ ശരീരത്തിന് ആവശ്യമായ പ്രോപ്പർ ഗിയറുകളൊന്നും തന്നെ ധരിച്ചിരുന്നില്ല. ഒരു ജീൻസും ഹുഡിയും ഹെൽമറ്റും ഗ്ലൗസും മാത്രമായിരുന്നു എൻ്റെ ശരീരത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹെൽത്ത് എത്രമാത്രം ഒരു മനുഷ്യന് പ്രിയപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയത്. എന്നാൽ അത് മനസ്സിലാക്കിയപ്പോഴും ദൈവം എനിക്ക് കരുതി വെച്ചത് എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഫസ്റ്റ് റൈഡിന് വേണ്ടി പുറപ്പെട്ടു. അവിടെ വെച്ച് എല്ലാവരും ഞാൻ പരിചയപ്പെട്ടു. അക്കൂട്ടത്തിൽ സീനിയറായ ഒരാൾ പ്രോപ്പർ ഗിയറുകൾ ധരിക്കണമെന്നും എങ്കിൽ മാത്രമേ അടുത്ത റൈഡ് മുതൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ എന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്നാൽ ഞാൻ അതും കാര്യമാക്കിയില്ല. അങ്ങനെ അങ്കമാലിയിലേക്കുള്ള റൂട്ടിൽ വെച്ച് ഞാൻ തിരിയുന്ന സമയത്താണ് എൻ്റെ ബൈക്കിൻ്റെ ബാക്ക് ടയർ സ്ലിപ്പ് ആകുന്നതായി തോന്നിയത്. റാഷ് ഡ്രൈവ് ഞാൻ ചെയ്യാറില്ല. കരിയറിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ടൂ വീലറിൽ റിസ്ക് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യവുമില്ല. അങ്ങനെ നേരമംഗലം ചെക്ക് പോസ്റ്റിന്റെ ഭാഗം എത്തിയപ്പോൾ സ്കൂട്ടറിൽ പോകുകയായിരുന്നു ഒരാള്. പെട്ടെന്ന് വലതുവശത്തേക്ക് വാഹനം തിരിച്ചു. അവിടെ അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് എനിക്കിന്നും ഓർത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു, ഒരുപാട് വേദനിച്ചു, ഒരുപാട് നാൾ ആശുപത്രിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ്. മേജർ ആക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ വലിയ പരിക്കുകൾ ഉണ്ടാകുമെന്നാണ് കരുതിയത്. എന്നാൽ ദൈവം സഹായിച്ച് വലിയ പരിക്കുകളൊന്നും പറ്റിയില്ല. എങ്കിലും ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് സങ്കടത്തിൽപ്പെട്ടു. എന്തായാലും അതിൽ നിന്നൊക്കെ തന്നെ ഞാൻ പൂർവാധികം ആരോഗ്യവാനായി തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ അപകടത്തിന്റെ ഇമ്പാക്ട് 90% എൻ്റെ ഇടതു കൈക്കാണ് കിട്ടിയത്. റേസിൽ റോഡിയസ് അൾന എന്നീ 2 എല്ലുകളും ഒടിഞ്ഞു. പെയിൻ കില്ലർ എടുത്തിട്ടും മരണവേദനയാണ് ഞാൻ ആ സമയത്ത് അനുഭവിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു റൈഡിന് പോകില്ല. റൈഡിന് പോവുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ കരുതും. ദൈവം എനിക്ക് വലിയൊരു പാഠം പഠിപ്പിച്ചു തന്നു എന്നാണ് ഗബ്രി തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വിശദീകരിച്ചത്.